എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട പേരുകളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, സിദ്ധാന്തത്തെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പൊ നോക്കി ടോപ്പിക് കണ്ടല്ലോ, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആൻഡ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ് ആണ് കേട്ടോ. അതായത് ഭൂഖണ്ഡ ചലന, അതുപോലെ തന്നെ പരികല്പന, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഹൈപ്പോത്തസിസ് ഒക്കെ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സിദ്ധാന്തങ്ങൾ, കുറച്ച് സിദ്ധാന്തങ്ങൾ നമ്മൾ നോക്കും. വന്നു ശ്രദ്ധിച്ചേ. വൻകര വിസ്ഥാപന സിദ്ധാന്തം അഥവാ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയും ഫലക ചലന സിദ്ധാന്തം അഥവാ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയും എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ഒന്ന്, വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനമാറ്റം, പരിണാമം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന സിദ്ധാന്തമാണ് എന്ത് എന്ന് പറയുന്നത്? വൻകര വിസ്ഥാപന സിദ്ധാന്തം അഥവാ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയും അതുപോലെ തന്നെ ഫലക ചലന സിദ്ധാന്തം പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്ന് പറയുന്നത്. ഇവ രണ്ടും എന്താണ്? വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനമാറ്റം അതുപോലെ തന്നെ പരിണാമം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന രണ്ട് സിദ്ധാന്തങ്ങളാണ് ഏത്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയും പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്ന് പറയുന്നത്. ഈ രണ്ടും കേട്ടോ. ഇനി നോക്കൂ, നമ്മൾ ആദ്യം എന്താണ് നോക്കാൻ പോകുന്നത്? നമുക്ക് ആദ്യം വൻകര സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. വൻകര സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. അത് ആരാണ് മുന്നോട്ട് വെച്ചത്? വൻകര സിദ്ധാന്തം എന്ന ആശയം ആരാണ് മുന്നോട്ട് വെച്ചത് നോക്കാം. വൻകര വിസ്ഥാപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് അന്റോണിയോ സ്നൈഡർ പെല്ലിഗ്രിനി ആണ് കേട്ടോ. അന്റോണിയോ സ്നൈഡർ പെല്ലിഗ്രിനി ആണ് എന്ത്? വൻകര വിസ്ഥാപനം എന്ന ആശയം, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് അന്റോണിയോ സ്നൈഡർ പെല്ലിഗ്രിനി ആണ്. എന്ത്? ഏത് സിദ്ധാന്തം, ഏത് വിസ്ഥാപനം മുന്നോട്ട് വെച്ചത്? വൻകര വിസ്ഥാപനം മുന്നോട്ട് വെച്ചത്. ഇനി നോക്കിയേ, വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അത് ആൽഫ്രഡ് വെഗ്നർ ആണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാം അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും വൻകര വിസ്ഥാപനം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് ആൽഫ്രഡ് വെഗ്നർ ആണ് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്നാൽ വൻകര വിസ്ഥാപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് അന്റോണിയോ സ്നൈഡർ പെല്ലിഗ്രിനി ആണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ? നമുക്ക് ആൻസറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നോക്കുക. ഒന്ന്, വൻകര വിസ്ഥാപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അന്റോണിയോ സ്നൈഡർ പെല്ലിഗ്രിനി ആണെങ്കിൽ വൻകര വിസ്ഥാപനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചതാണ് ആര്? ആൽഫ്രഡ് വെഗ്നർ എന്ന് പറയുന്നത്. വൻകര വിസ്ഥാപനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചതാണ് ആര്? ആൽഫ്രഡ് വെഗ്നർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് രണ്ടും തിരിഞ്ഞു പോവരുത്. ഇനി ഒത്തിരി പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല, മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നോക്കിയേ, വൻകര വിസ്ഥാപന സിദ്ധാന്തം വെഗ്നർ ആദ്യമായി അവതരിപ്പിച്ചത് എവിടെ വെച്ചാണ്? അത് 1912 ഫ്രാങ്ക്ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിലാണ് എന്ത്? വൻകര വിസ്ഥാപന സിദ്ധാന്തം വെഗ്നർ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അപ്പം ഒന്ന് അന്റോണിയോ സ്നൈഡർ പെല്ലിഗ്രിനി അത് വൻകര വിസ്ഥാപനം എന്ന ആശയം അവതരിപ്പിച്ചതാണ് ആര്? അന്റോണിയോ സ്നൈഡർ പെല്ലിഗ്രിനി എന്ന് പറയുന്നത്. വൻകര വിസ്ഥാപനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അത് ആൽഫ്രഡ് വെഗ്നർ ആണ്. അദ്ദേഹം എവിടെ വെച്ചായിരുന്നു, എന്നായിരുന്നു ഈ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത്? അത് 1912 ഫ്രാങ്ക്ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ നിയോഗത്തിൽ വെച്ചാണ് അദ്ദേഹം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അവതരിപ്പിക്കുന്നത്. അപ്പൊ അത്രയും മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, രണ്ട് സിദ്ധാന്തം എന്തിനെ അടിസ്ഥാനമാക്കി? വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനമാറ്റം അതുപോലെ തന്നെ പരിണാമം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തമാണ് ഡ്രിഫ്റ്റ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയും അതുപോലെ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയും. ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൻകര വിസ്ഥാപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് അന്റോണിയോ സ്നൈഡർ പെല്ലിഗ്രിനി ആണ്. എന്നാൽ ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അത് ആൽഫ്രഡ് വെഗ്നർ ആണ്. അതുപോലെ തന്നെ 1912 ഫ്രാങ്ക്ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിൽ വെച്ചാണ് അദ്ദേഹം ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അപ്പൊ അത്രയും മനസ്സിലായി. ഇനി നോക്കൂ, അടുത്ത നോക്കാം. വെഗ്നറുടെ സിദ്ധാന്തം ആൽഫ്രഡ് വെഗ്നറുടെ സിദ്ധാന്തം അനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡം ഏതാണ്? അത് പാൻജിയാണ് കേട്ടോ. ബൃഹത് ഭൂഖണ്ഡം അത് പാൻജിയാണ്.
വെഗ്നറുടെ സിദ്ധാന്തം അനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡം ഏതാണ്? അത് പാൻജിയാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം എന്താണ്? ഒരു പ്രാചീന ബൃഹത് ഭൂഖണ്ഡത്തിന്റെ വിഘടന ഫലമായിട്ട് ഉണ്ടായ ഭാഗങ്ങൾ അകന്നു മാറി രൂപപ്പെട്ടതാണ്. ഇന്ന് പ്രസ്താവിക്കുന്ന പരികല്പനയാണ് ഏത് എന്ന് പറയുന്നത്? ഭൂഖണ്ഡ ചലന പരികല്പന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഭൂമിയിൽ ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം ഒരു പ്രാചീന ബൃഹത് ഭൂഖണ്ഡത്തിന്റെ വിഘടന ഫലമായിട്ട് എല്ലാം വിഘടിച്ച് അകന്നു മാറി ഉണ്ടാകുന്ന ഭാഗങ്ങൾ അകന്നു മാറി രൂപപ്പെട്ടെന്നാണ് എന്ത് പ്രസ്താവിക്കുന്ന പരികല്പനയാണത്? ഭൂഖണ്ഡ ചലന പരികല്പന. കേട്ടോ? ഇനി നോക്കിയേ, ഭൂഖണ്ഡ ചലന പരികല്പനയുടെ സംഗ്രഹം നോക്കാം. ശ്രദ്ധിച്ചേ, ഭൂഖണ്ഡങ്ങൾ പിളർന്ന് വേർപെട്ട് അവ ആപേക്ഷികമായിട്ട് ഭൂമിയുടെ ധ്രുവത്തിൽ നിന്നും വിസ്ഥാപനം സംഭവിച്ചാണ് ഇന്നത്തെ സ്ഥാനങ്ങളിൽ എത്തിയത്. മനസ്സിലായോ? അതായത് ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ? ഭൂഖണ്ഡ ചലനങ്ങൾ പരികല്പനയുടെ സംഗ്രഹം. നോക്കിയേ, ശ്രദ്ധിച്ചേ, ഭൂഖണ്ഡങ്ങൾ എന്ത് ചെയ്യുന്നു? അത് പിളർന്ന് എന്ത് സംഭവിക്കുന്നു? അവ ആപേക്ഷികമായിട്ട് ഭൂമിയുടെ ധ്രുവത്തിൽ നിന്നും വിസ്ഥാപനം സംഭവിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഇന്നത്തെ സ്ഥാനങ്ങളിൽ അങ്ങനെയാണ് അത് എത്തിയത്. എങ്ങനെ? വിഘടിച്ച് അകന്നു മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ ഒരു സ്ഥാനത്തിലേക്ക് അങ്ങനെ ഒരു വിസ്ഥാപനം സംഭവിച്ചാണ് ഇന്നത്തെ സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്? ഭൂഖണ്ഡങ്ങൾ എത്തിയിരിക്കുന്നത്. കേട്ടോ? എന്താണ്? ഭൂഖണ്ഡങ്ങൾ പിളർന്ന് വേർപെട്ട് അവ ആപേക്ഷികമായിട്ട് ഭൂമിയുടെ ധ്രുവത്തിൽ നിന്നും വിസ്ഥാപനം സംഭവിച്ചാണ് ഇന്നത്തെ സ്ഥാനങ്ങളിൽ എത്തിയത്. കേട്ടോ? അപ്പൊ നമ്മൾ കണ്ടു എന്താണ് ഇതിന് പ്രസ്താവിക്കുന്ന പരികല്പന ഏതാണ്? ഭൂഖണ്ഡ ചലന പരികല്പന. അപ്പം വെഗ്നറുടെ സിദ്ധാന്തം അനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡം ഏതാണ്? അത് പാൻജിയ ആണ്. പാൻജിയ. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ, ഭൂഖണ്ഡ ചലനം എന്ന ആശയത്തിന് സൈദ്ധാന്തിക രൂപം നൽകാൻ വെഗ്നർ ആശ്രയിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന്, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ലഭ്യമായ ഫോസിലുകളുടെ സമാന സ്വഭാവം, അതുപോലെ തന്നെ ഭൂമുഖത്തുണ്ടായ ഹിമയുഗത്തിന്റെ സൂചനകള്, അതുപോലെ തന്നെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന സമാന ശിലാപാളികള്. ഇതൊക്കെയാണ് ഭൂഖണ്ഡ ചലനം എന്ന ആശയത്തിന് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു രൂപം നൽകാൻ വേണ്ടിയിട്ട് വെഗ്നർ ആശ്രയിച്ച ഘടകങ്ങളാണ് ഈ തന്നിരിക്കുന്നവയെല്ലാം. ഏതൊക്കെയാണ്? വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ലഭ്യമായ ഫോസിലുകളുടെ സമാന സ്വഭാവം, അതുപോലെ തന്നെ ഭൂമുഖത്തുണ്ടായ ഹിമയുഗത്തിന്റെ സൂചനകള്, അതുപോലെ തന്നെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന സമാന ശിലാപാളികൾ. ഇപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സൈദ്ധാന്തികമായിട്ട് ഇതിനെക്കുറിച്ച് ഈ ഒരു ഭൂഖണ്ഡ ചലനം എന്ന ആശയത്തിന് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു റീസൺ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ആശ്രയിച്ച ഘടകങ്ങളാണ് ഈ പറയുന്നവയെല്ലാം. ഓക്കെ, ഇനി നോക്കാം. അടുത്ത നോക്കിയേ, ഭൂഖണ്ഡങ്ങളെല്ലാം ഏകദേശം 225 ദശലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്നായിരുന്നു. അതാണ് പിന്നീട് എന്തായിരുന്നു? വിഘടിച്ചത്. കേട്ടോ? അപ്പം ഭൂഖണ്ഡങ്ങളെല്ലാം ഏകദേശം 225 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്നായിരുന്നു എന്ന് വെഗ്നർ അനുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ ഒന്നായ ഭൂമി എന്നർത്ഥം വരുന്ന അബ്രഹത് വൻകര അറിയപ്പെട്ടിരുന്നത് പാൻജിയ. എന്നാൽ എന്താണ്? പാൻ എന്നാൽ മുഴുവൻ എന്നാണ്. കേട്ടോ? അപ്പം ഒന്നായ ഭൂമി എന്ന അർത്ഥം വരുന്ന ബൃഹത് വൻകര അറിയപ്പെട്ടിരുന്നത് പാൻജിയ എന്ന പേരിലാണ്. ഓക്കെ, പാൻജിയയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന അതിവിസ്തൃതമായ സമുദ്രമാണ് പന്തലാസ എന്ന് പറയുന്നത്. പന്തലാസ തലാസ എന്ന് പറഞ്ഞ സമുദ്രം. പന്തലാസ നോക്ക്, പാൻജിയയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന അതിവിസ്തൃതമായ സമുദ്രം പന്തലാസ. പാൻജിയ മറക്കല്, ആൽഫ്രഡ് വെഗ്നർ മറക്കല്. കേട്ടോ? ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ, പാൻജിയ വൻകര പിളർന്നു മാറിയ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അത് ലൊറേഷ്യ എന്നാണ്. കേട്ടോ? ലൊറേഷ്യ എന്നാണ്. തുടർന്ന് അവ പലതായി പിളരുകയും പിന്നെന്താണ്? ഇന്ന് കാണുന്ന വൻകരകളായി പരിണമിക്കുകയും ചെയ്തു. അപ്പം പാൻജിയ, ലൊറേഷ്യ. എന്താണ് ലൊറേഷ്യ? പാൻജിയ വൻകര പിളർന്ന് മാറിയ വടക്കൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഏത്? ലൊറേഷ്യ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? തുടർന്ന് അവ പലതായി പിളരുകയും ഇന്ന് കാണുന്ന വൻകരകളായി പരിണമിക്കുകയും ചെയ്തു. അപ്പം പാൻജിയ, ലൊറേഷ്യ. ലൊറേഷ്യ എന്താണ്? വടക്കൻ ഭാഗം. പാൻജിയ വൻകര പിളർന്നു മാറിയ വടക്കൻ ഭാഗം അറിയപ്പെടുന്നതാണ് ലൊറേഷ്യ എന്ന്. നോക്കാം, ഭൂഖണ്ഡ ചലനത്തിന്റെ തെളിവുകൾ. എവിഡൻസ് ഫോർ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ എവിഡൻസ് നോക്കാം. നമുക്ക് തെളിവുകൾ നോക്കാം. ഏതൊക്കെയാണ് നോക്കിയേ? ഭൂഖണ്ഡ ചലനത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഏതൊക്കെയാണ്? ഭൂഖണ്ഡ അതിരുകളുടെ ചേർച്ച, അതുപോലെ തന്നെ ശിലാപാളികളുടെയും
ശിലാഘടനാ സവിശേഷതകളുടെയും സമാനത. ഒന്ന് ഭൂഖണ്ഡ അതിരുകളുടെ ചേർച്ച, അതുപോലെ തന്നെ ശിലാപാളികളുടെയും ശിലാഘടന സവിശേഷതകളുടെയും സമാനത, അതുപോലെ തന്നെ പുരാതന കാലാവസ്ഥാ തെളിവുകള്, പിന്നെ ഫോസിൽ സംബന്ധമായ തെളിവുകൾ. ഇത്രയുമാണ് എന്ത് എന്ന് പറയുന്നത്, ഭൂഖണ്ഡ ചലനത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് കേട്ടോ. കോണ്ടിനെന്റൽ എവിഡൻസ് ഓഫ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണല്ലേ. നമുക്ക് എന്താണ് സമുദ്രവും അതുപോലെ തന്നെ വൻകരകളുടെയും എന്താണ് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റം, പരിണാമം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് ഫലകചലന സിദ്ധാന്തം, അതുപോലെ തന്നെ വൻകര വിസ്ഥാപന സിദ്ധാന്തവും അവ ആരാണ് ആവിഷ്കരിച്ചത്, അതുപോലെ തന്നെ എന്താണ് ആ വൻകര വിസ്ഥാപനം എന്ന സിദ്ധാന്തം ആശയം കൊണ്ടുവന്ന ആരാണ്, ആശയം കൊണ്ടുവന്നതും അതുപോലെ തന്നെ സിദ്ധാന്തം ആവിഷ്കരിച്ചതും രണ്ട് വ്യക്തികളാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് വൻകര സിദ്ധാന്തം, എന്താണ് പാൻജിയ, എന്താണ് ലൊറേഷ്യ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. എങ്ങനെയാണ് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ആശയത്തിലേക്ക് ഇത് സൈദ്ധാന്തികമായിട്ട് എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തത്, ഏതൊക്കെ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പ്രൂവ് ചെയ്തത്, അപ്പം ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് അറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസിന് എവിടുന്നൊക്കെയാ ചോദ്യങ്ങൾ ചോദിക്കാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ സിലബസ് എന്ന് പറയുന്നത് എത്രയാണ്, വളരെ വിശാലമായിട്ട്, ജോഗ്രഫിയുടെ ഭാഗം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് എവിടുന്നൊക്കെയാ ചോദ്യങ്ങൾ വരിക എന്ന് പറയുന്നത് വളരെ പാടാണ് അല്ലെ. നമുക്ക് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കിട്ടുന്ന കാര്യങ്ങളെ അപ്പാപ്പം തന്നെ കേട്ട് പോവുക. കാരണം ഇപ്പൊ ഒരു അറിവ് കിട്ടുകയാണ്, അപ്പൊ നമ്മൾ പിന്നെ കാണാം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാണില്ല. പക്ഷെ എന്ത് ചെയ്യുക, നമ്മൾ കിട്ടുന്ന അറിവുകൾ അപ്പോപ്പം തന്നെ കേട്ട് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണം. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് വേണം. ഏതെങ്കിലും ക്ലാസ്സുകൾ, ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ക്ലാസ് ഇനിയും അതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെന്റ്സും കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പം തുടർന്ന് ഇനി വരുന്ന ക്ലാസ്സുകൾ അതിനനുസരിച്ചുള്ള മാറ്റവും ഞാൻ ക്ലാസ്സിൽ വരുത്തുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളിലെ നോട്ടുകൾ കൃത്യമായിട്ട് ടെലഗ്രാം പേജിൽ വരുന്നതാണ്. അതുപോലെ തന്നെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമുക്ക് അതെല്ലാം ആൻസർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വളരെ വലിയ സാധ്യതകളാണ് നിങ്ങൾക്ക് ടെലഗ്രാം പേജിലൂടെ ചലഞ്ചർ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ടെലഗ്രാം പേജിൽ കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ കൃത്യമായിട്ട് വരുന്നതാണ്. അത് കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിട്ടുന്നതിന് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.